Shall we start the class? Okay. Page number 40. Take page number 40 in your textbook. In your textbook, 40. 40th page. Aditi's new school. We are discussing the lesson, our 9th lesson, Aditi's new school. Aditi's new school. Aditi's പുതിയ school. എങ്ങനെയാന്ന് നോക്കാം. Aditi's new school. Okay. Today is Monday. Today is Monday. Aditi is ready for school. Today is Monday. Aditi is ready for school. Once more. Today is Monday. Aditi is ready for school. And the sentence in the meaning is today is Monday. Today means inna. Today ennu parnal endana innana alle. Today is Monday. Inna edha davasam? Innu tingalazhchayana alle. Today is Monday. Today is Monday. Aditi is ready for school. Here our Aditi is ready for school. She is ready to go to school alle. Avale school il pogan vendi ready aayirikkana. She is ready for school. Aval school lekku pogan vendi ready aayirikkana. Are who is ready for school? Our Aditi is ready for school. And today is Monday. Today is Monday. Aditi is ready for school. Okay. Monday. The side heading. Here we can see a side heading and that is Monday. Monday. Aditi is in her new school. The school is very big. I may get lost. Thinks Aditi. I don't have a friend. അപ്പോൾ അവളുടെ പുതിയ സ്കൂളാണല്ലേ. നിങ്ങൾ പുതിയ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഫ്രണ്ടിനെ കിട്ടുമോ? നിങ്ങൾക്ക് അറിയാത്ത സ്കൂളായിരിക്കും അല്ലേ? അല്ലേ? നിങ്ങൾ മുൻപേ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് പുതിയ സ്കൂളിലേക്ക് വരുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും അല്ലേ അദീന കുട്ടി? അദീന കഴിഞ്ഞ പ്രാവശ്യം വരെ ഇപ്പൊ വ്യാസയിലാന്ന് തോന്നുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്? ഇപ്പൊ പഴയ സ്കൂളിൽ നിന്ന് പുതിയ സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. എങ്ങനെയാണ് സ്കൂള് അല്ലേ? എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടുമോ എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത പോകുന്നത് അല്ലേ? ആൻഡ് ഹിയർ Aditi also excited to go to her new school. അവളുടെ പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മുടെ Aditiയും ഭയങ്കര എക്സൈറ്റഡ് ആണ്. Aditi is in her new school. എന്ന് വെച്ചാൽ എന്താണ്? Aditi is in her new school. Aditi അവളുടെ പുതിയ സ്കൂളിലാണ് അല്ലേ? Aditi is in her new school. Her means അവളുടെ. Aditi ഇപ്പൊ അവളുടെ പുതിയ സ്കൂളിലാണ്. Aditi is in her new school. New means പുതിയത്. New school. The school is very big. The school is very big. How is her new school? The school is very big. അവളുടെ പുതിയ സ്കൂൾ എങ്ങനെയാണ്? It is very big അല്ലേ? അവളുടെ പുതിയ സ്കൂൾ ഭയങ്കര വലിയതാണ്. Big ആണ്. Big means വലിയത്, വലുത്. Big means വലിയത്, വലുത്. The school is very big. Her new school is very big. അവളുടെ പുതിയ സ്കൂൾ ഭയങ്കര വലിയതാണ്. I may get lost. Thinks Aditi. അപ്പൊ അവള് പറയാണ് I may get lost. അപ്പൊ അത്രയും വലിയ സ്കൂളില് ആ വേർഡ് മീനിങ് ആയിട്ട് നമുക്കത് നോക്കണ്ട. ആ സെന്റൻസിനെ ഒരുപാട് അർത്ഥം വരുന്ന ഒരു സെന്റൻസ് ആണ്. നമുക്ക് അങ്ങനെ ഒന്നും പോണ്ട. I may get lost അല്ലെ? ആ വലിയ സ്കൂളിൽ ഞാൻ ഒറ്റയ്ക്കാണ്. പുതിയതായിട്ട് ഒരു കുട്ടി പുതിയ സ്കൂളിൽ വരുമ്പോ ഒരു കുട്ടി പുതിയ സ്കൂളിൽ വരുന്ന സമയത്ത് നമ്മൾക്ക് അറിയില്ല അല്ലെ? ബാക്കി എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവും. നമുക്ക് ആരും ഉണ്ടാവില്ല. നമുക്കൊരു ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണം അത്രേ അല്ലെ? ക്ലാസ്സിൽ പോയിരിക്കുമ്പോ നമ്മൾ ഒറ്റയ്ക്കാണ് അല്ലെ? അപ്പൊ ഇവിടെ നമ്മുടെ Aditi പറയാനേ I may get lost. ഞാൻ തന്നെ ഇവിടെ എന്നെ തന്നെ ഇവിടെ നഷ്ടപ്പെട്ടു പോയേക്കാം. മീൻസ് അത്രയും വലിയ സ്കൂളാണ് അല്ലേ? അവിടെ എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്. I may get lost. ആ മീനിങ് മാത്രം അവിടെ എടുത്താൽ മതി. ഓക്കെ? ഒരുപാട് മീനിങ്സ് ഉണ്ടാകും. നമുക്ക് ആ മീനിങ് മാത്രം, കുഞ്ഞു മീനിങ് മാത്രം എടുത്താൽ മതിയേ. I may get lost. Thinks Aditi. ഓ ഇത്രയും വലിയ സ്കൂളിലല്ലേ, ഞാൻ ഒറ്റക്ക് തന്നെയാണ്, എനിക്ക് ആരുമില്ല. I don't have a friend. എനിക്ക് എന്റെ ഒരുമിച്ച് നടക്കാനോ എന്നോടൊന്ന് വർത്താനം പറയാനോ ആരുമില്ല അല്ലേ? I am alone here. I don't have a friend. I don't have a friend.
എന്നുവെച്ചാൽ ഐ ഹാവ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഐ ഹാവ് എ ഫ്രണ്ട്. ഐ ഹാവ് എ ഫ്രണ്ട് മീൻസ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. Then I don't have a friend എന്ന് പറഞ്ഞാൽ എന്താ? I don't means അതൊരു നെഗറ്റീവ് വേർഡ് ആണ് മക്കളെ. I don't have a friend means എനിക്കൊരു ഫ്രണ്ട് ഇല്ല അല്ലെ? I don't have a friend. അപ്പൊ ഇത്രയും പറഞ്ഞതിന്റെ മീനിങ് ഒക്കെ എന്താണ്? Aditi is in her new school. The school is very big. I may get lost. Things Aditi. Things means think. Think ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ചിന്തിക്കുക. Things. Think. Think എന്ന് വെച്ചാൽ എന്താണ്? ചിന്തിക്കുക. ഇനി തോട്ട് എന്ന് പറഞ്ഞാലോ? ചിന്തിച്ചു. He thought that. അവൻ ചിന്തിച്ചു. He thinks that. അവൻ thinks Aditi. ചിന്തിക്കുക എന്നാണ് ഇവിടെ മീനിങ്. Thinks Aditi. I may get lost. Thinks Aditi. I don't have a friend. എനിക്കിവിടെ ഒരു ഫ്രണ്ട് ഇല്ല. അതിഥിയാണ് ഇവിടെ നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? Aditi is in her new school. The school is very big. I may get lost. Thinks Aditi. I don't have a friend. I don't have a friend. Okay. Next. Tuesday. Which is the next side heading? That is Tuesday. നമ്മൾ മൺഡേ എഴുതിയത് വായിച്ചു അല്ലേ? Monday. Next one. Tuesday. Tuesday ചൊവ്വാഴ്ചയാണ്. Next day ആണല്ലേ? Next day after Monday. Tuesday. Okay. Ronnie. എന്തെഴുതി വായിക്കാം? Ronnie smiles and says hello to Aditi. He sits with her in the playground. Aditi tells Ronnie about her books and toys. Now Ronnie is Aditi's friend. Ronnie shows Aditi around the school. Okay, once more. I will read this once more. Ronnie. എന്തെഴുതി വായിക്കാം? Ronnie smiles and says hello to Aditi. He sits with her in playground. Aditi tells Ronnie about her books and toys. Now Ronnie is Aditi's friend. Ronnie shows Aditi around the school. Okay, meaning നോക്കാം നമുക്ക്. എല്ലാവരും ടെക്സ്റ്റ് നോക്കിയേ. മുക്താസിം. Be silent in the class, okay? നോക്ക. Ronnie smiles. Smiles means ചിരിക്കുക അല്ലേ? Smiles means ചിരിക്കുക. Smile please. Smile. Smile. Okay, very good. Cute. Okay. Ronnie smiles and says. Says means say. പറയുക. Aditi ചിരിച്ചുകൊണ്ട് പറയാണ് എന്ത്? Hello to Aditi. ആരോടെ ചിരിച്ചോണ്ട് ഹലോ പറഞ്ഞത്? അതിഥിനോട് ആരാ ചിരിച്ചോണ്ട് ഹലോ പറഞ്ഞേ? റോണി അല്ലേ? റോണി സ്മൈൽസ് ആൻഡ് സേസ് ഹലോ ടു Aditi. ആരോട്? അതിഥിയോട്. അതിഥിയോട് ചിരിച്ചുകൊണ്ട് റോണി ഹലോ എന്ന് പറഞ്ഞു അല്ലേ? അതിഥിയോട് ചിരിച്ചുകൊണ്ട് നമ്മുടെ റോണി പറഞ്ഞു ഹലോ. Ronnie smiles and says hello to Aditi. He sits with her in the playground. He sits means irikkuka. Sits means irikkuka. He sits with her. He means avan. He means avan. She ennu parnal aval. He means avan. She aval. Okay. He sits with her ennu parnal endana? In the playground. അല്ലേ? അവൻ അവളുടെ അരികിൽ. എവിടെയായിരുന്നത്? പ്ലേ ഗ്രൗണ്ടിൽ അല്ലേ? He sits with her in the playground. അവൻ പ്ലേ ഗ്രൗണ്ടിൽ അവളുടെ അടുത്ത് ഇരുന്നു അല്ലേ? ആരുടെ അടുത്താ? നമ്മുടെ അതിഥിന്റെ അടുത്ത്. He sits with her in the playground. പ്ലേ ഗ്രൗണ്ടിൽ അവൻ നമ്മുടെ റോണി അതിഥിയുടെ അടുത്ത് ഇരുന്നു. Aditi tells Ronnie about her books and toys. Aditi tells Ronnie. Aditi റോണിയോട് എന്താ പറഞ്ഞത്? എന്തിനെ കുറിച്ചാ പറഞ്ഞത്? She says about her books and toys അല്ലേ? Aditi റോണിയോട് തന്റെ ബുക്സിനെ കുറിച്ചും ടോയ്സിനെ കുറിച്ചും പറഞ്ഞു.
ആരോട് പറഞ്ഞത്? അതിഥി ആരോട് പറഞ്ഞത്? അതിഥി റോണിയോട് പറഞ്ഞു അല്ലെ? എന്തിനെ കുറിച്ചാ പറഞ്ഞത്? He talks about her books and toys. അവളുടെ ബുക്സിനെ കുറിച്ചും ടോയ്സിനെ കുറിച്ചും അവൾ റോണിയോട് പറഞ്ഞു. Okay, Aditi tells Ronnie about her books and toys. Now Ronnie is Aditi's friend. Now എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ. Now Ronnie is Aditi's friend. ഇപ്പോൾ റോണിയാണ് അതിഥിയുടെ ഫ്രണ്ട്. റോണീസ് ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞു അല്ലേ? അവിടെ മുകളിൽ ഒരു കോമ ഇട്ടിട്ട്, അതായത് അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് വന്നു കഴിഞ്ഞാൽ ഉടേ എന്നാണ് വരിക അല്ലേ? Now Ronnie is Aditi's. കണ്ടോ? അതിഥീസ് എഴുതി നോക്കിയേ. അതിഥി കഴിഞ്ഞിട്ട് മുകളിൽ ഒരു കോമ ഉണ്ട് അല്ലേ? ഇപ്പോൾ റോണിയാണ് അതിഥിയുടെ ഫ്രണ്ട്. ഓക്കെ, അപ്പൊ അതുവരെ മിസ് ഒന്ന് വായിച്ചു തരട്ടെ. Monday. Look at your textbook from the beginning. ആദ്യം മുതൽ നോക്കണേ. Okay, Monday. Aditi is in her new school. The school is very big. I may get lost, thinks Aditi. I don't have a friend. Tuesday. Ronnie smiles and says hello to Aditi. He sits with her in the playground. Aditi tells Ronnie about her books and toys. Now Ronnie is Aditi's friend. Ronnie shows Aditi around the school. Okay, then take the next page. അടുത്ത പേജ് എടുത്തേ. Wednesday. Monday, Tuesday, Wednesday. Wednesday comes after Tuesday അല്ലേ? Tuesday കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് ഇത് Wednesday. Okay. The children go to the playground. Some children play with the ball. Some play hide and seek. Others just run around. Aditi skips with Tina and Amit. She has many friends now. Okay, look at page number 41. ഇവിടെ കണ്ടോ എല്ലാവരും? കണ്ടോ? Wednesday. The children go to the playground. കുട്ടികൾ എങ്ങോട്ടേക്കാ പോയത്? Children means children എന്ന് പറഞ്ഞാൽ ആരാണ്? കുട്ടികൾ. കുട്ടികൾ. The children go to the playground. കുട്ടികൾ എങ്ങോട്ടേക്കാ പോയത്? They go to the playground. Playground എന്ന് പറഞ്ഞാൽ എന്താണ്? കളിക്കാനുള്ള ഗ്രൗണ്ട് ആണ് അല്ലേ? They go to the playground. കുട്ടികൾ പ്ലേഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. Some children എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികൾ. Some means കുറച്ച്. ദേവാങ്. Some children കുറച്ച് കുട്ടികൾ എന്താ ചെയ്യുന്നത്? Play with a ball. Some children play with a ball. ഷഹബറ, ഇന്നും കൂടി ഞാൻ വിട്ടേക്കാം. ഇനി മുതൽ ഇതുപോലെ ഇരിക്കരുത് എന്റെ ക്ലാസ്സിൽ. You have to sit in a chair, okay? കസേരന്റെ മുകളിൽ മാത്രം ഇരുന്നാ മതി. ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടേ. Okay, some children play with a ball. കുറച്ച് കുട്ടികൾ എന്തും കൊണ്ടാണ് കളിക്കുന്നത്? They play with a ball അല്ലേ? അവര് ബോൾ കൊണ്ടാണ് കളിക്കുന്നത്. Some children play with a ball. ഒരു ബോൾ ആണ് അല്ലേ? Some children play with a ball. അവര് ബോൾ കൊണ്ട് കളിക്കുന്നുണ്ട് കുറച്ച് കുട്ടികൾ. Some play hide and seek. കുറച്ച് കുട്ടികൾ എന്താ ചെയ്യുന്നത്? Some play hide and seek. What do you mean by hide and seek? എന്താ hide and seek എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നിങ്ങൾ ഒളിച്ചു കളിക്കാറില്ലേ? സാറ്റ് കളിക്കാറില്ലേ നിങ്ങള്? ഇല്ലേ? സാറ്റ് എന്ന് നിങ്ങൾ വെറുതെ ഒളിച്ചു കളി എന്നാണോ പറഞ്ഞത്? എനിക്കറിയില്ല. ഒളിച്ചു കളിക്കാറില്ലേ? ഒരാൾ എണ്ണും അല്ലേ? ബാക്കിയുള്ളവരെ ഒളിക്കും. പോയിട്ട് എന്ത് കണ്ടുപിടിക്കുന്നത്? സാറ്റ്. അതിനാണ് ഇംഗ്ലീഷിൽ പറയാ ഹൈഡ് ആൻഡ് സീക്ക്.
hide and seek. Okay, ഒളിച്ചു കളിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് hide and seek. Okay. Some play hide and seek. കുറച്ച് കുട്ടികൾ എന്ത് കളിക്കുന്നുണ്ട്? hide and seek കളിക്കുന്നുണ്ട്. Okay. Others just run around. Others just run around. ബാക്കിയുള്ളവർ എന്താ ചെയ്യുന്നത്? വെറുതെ ചുറ്റിനും ഓടുന്നുണ്ട് അല്ലേ? Others just run around. Aditi എന്താ ചെയ്യുന്നത് നോക്കാം ഇനി. Aditi skips with Tina and Amit. Can you see this picture? നിങ്ങൾക്ക് ഈ പിക്ചർ കാണാൻ കഴിയുന്നുണ്ടോ? Okay. Aditi is skipping. Here this is Aditi. Aditi എന്താ ചെയ്യുന്നത്? സ്കിപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ആരുടെയൊക്കെ കൂടെ? with Amit and Tina. അമിത്തിന്റെയും ടീനന്റെയും കൂടെ നമ്മുടെ Aditi എന്ത് ചെയ്യുന്നുണ്ട്? സ്കിപ്പ് ചെയ്യുന്നുണ്ട്. Aditi skips with Tina and Amit. She has many friends now. അവൾക്കിപ്പോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? She has many friends now. Now എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ അതിഥിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. Now Aditi has many friends. Okay? മനസ്സിലാവുന്നുണ്ടോ? Can you follow me? Yes. മനസ്സിലാവുന്നുണ്ടോ? ഏതാ മനസ്സിലാവാത്തത് പറയണേ. Yes. ഓക്കെ. എന്തെങ്കിലും മനസ്സിലാവുക ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ. ഓക്കെ, നെക്സ്റ്റ് തേഴ്സ്ഡേ. നെക്സ്റ്റ് വൺ തേഴ്സ്ഡേ. നോക്കാം തേഴ്സ്ഡേയിൽ എന്താ സംഭവിച്ചെന്ന്. ഇത് ഞാൻ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് മനസ്സിലാവുള്ളൂ. ഇനി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം മുതലേ ഇത് പറഞ്ഞിട്ട് മക്കൾക്ക് പിന്നെയും മറന്നു പോകാൻ വേണ്ടി സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നത്. പക്ഷെ അത് തീർത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ച് ഓവർ ബേർഡൻ ആയിരിക്കും വായിച്ചു നോക്കാൻ. വീട്ടിൽ നിന്ന് മൊത്തം വായിക്കില്ല, അവരെ കൊണ്ട് നടക്കില്ല, അവർക്ക് മടിയായിരിക്കും വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ തേഴ്സ്ഡേ വരെ എടുക്കാം ഇന്ന്. ഓക്കെ, തേഴ്സ്ഡേ. Look at the next one. Thursday. Aditi and Roni help teachers to collect the exercise books. Teacher thanks them. Aditi is very happy. Aditi is very happy. Aditi and Roni help teacher to collect the exercise books. Okay, നോക്ക. Aditiyum നമ്മുടെ റോണിയും അല്ലെ എക്സസൈസ് കുട്ടികളുടെ അവരുടെ ക്ലാസ്സിലെ എക്സസൈസ് ബുക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ടീച്ചറിനെ സഹായിച്ചു. എക്സസൈസ് ബുക്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ സാധാരണ നോട്ട്ബുക്ക് തന്നെയാണ്, അതിന് വേറെ മീനിങ് ഒന്നുമില്ല. വലിയ പേര് എക്സസൈസ് ബുക്സ് എന്ന് പേരുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അതിഥി ആൻഡ് റോണി ഹെൽപ്പ് ടീച്ചർ. ഹെൽപ്പ് മീൻസ് സഹായിക്കുക. ഹെൽപ്പ് ടീച്ചർ ടു കളക്ട് ദ എക്സസൈസ് ബുക്സ്. നിങ്ങളോട് ഞാൻ ടീച്ചേഴ്സ് പറയാറില്ലേ നോട്ട് നോക്കുന്ന സമയത്ത് എല്ലാവരുടെയും നോട്ട് ഒന്ന് പോയിട്ട് കളക്ട് ചെയ്ത് വന്നെന്ന് പറയാറില്ലേ ക്ലാസ് ലീഡേഴ്സിനോടൊക്കെ? അതുപോലെ ഇവിടെ നമ്മുടെ അതിഥിയും റോണിയും കുട്ടികളുടെ എല്ലാവരും എക്സസൈസ് ബുക്ക് കളക്ട് ചെയ്തുകൊണ്ട് ടീച്ചറിനെ സഹായിച്ചു. അതിഥി ആൻഡ് റോണി ഹെൽപ്പ് ടീച്ചേഴ്സ് ടു കളക്ട് ദ എക്സസൈസ് ബുക്സ്. ഓക്കെ, ടീച്ചർ താങ്ക്സ് ദം. അപ്പൊ ടീച്ചർ എന്താ പറയാ? ഷി വാണ്ട്സ് ടു താങ്ക്സ് ദം അല്ലേ? അപ്പൊ എന്ത് പറയണം? താങ്ക് യു പറയല്ലേ ടീച്ചറ്? ടീച്ചർ താങ്ക്സ് ദം. ടീച്ചർ അവരോട് താങ്ക് യു പറഞ്ഞു. അതിഥി ഈസ് വെരി ഹാപ്പി. ടീച്ചർ അങ്ങനെ താങ്ക് യു ഒക്കെ പറഞ്ഞപ്പോ അതിഥിക്ക് ഭയങ്കര സന്തോഷായി. നിങ്ങളോടും ടീച്ചർ താങ്ക് യു ഒക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷാവില്ലേ? ഇല്ലേ? അപ്പൊ ഇതുപോലെ നമ്മുടെ അതിഥിക്കും ഭയങ്കര സന്തോഷായി. ഷി ബിക്കേം വെരി ഹാപ്പി. The teacher thanks them. Aditi is very happy. Okay, അത്രയും മതിയല്ലേ ഇന്ന്? അല്ലേ? അതോ ഇനി ബാക്കി രണ്ടെണ്ണം എടുക്കണോ? What do you need? എന്താ വേണ്ടേ? ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് 2
എടുക്കണോ? Okay, say yes like this and say no like this. എടുക്കണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം. yes ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാം, no ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. നോക്കട്ടെ. Most of them says no. Okay. എന്റെ മക്കള് പറഞ്ഞല്ലേ കേൾക്കാം. അപ്പൊ മിസ് ഒന്നും കൂടി വായിച്ചു തരാം. എന്റെ കൂടെ വായിക്കണേ. നമുക്ക് വായിക്കാൻ കൂടി പഠിക്കണ്ടേ? വെറുതെ ക്ലാസ് എടുത്ത് പോയാൽ പോരല്ലോ. This is Monday. Read with me. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുവേ. എനിക്ക് ഇവിടെ കേൾക്കാം. മ്യൂട്ട് ആണെങ്കിൽ എനിക്ക് കേൾക്കാം. ഞാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവിടെ എന്താ പറയുന്നതെന്ന് എനിക്ക് കേൾക്കാം. അതുകൊണ്ട് സൗണ്ടിൽ വായിക്കാം. Start. Are you ready? Yes, okay. Today is Monday. Aditi is ready for school. Monday. Aditi is in her new school. The school is very big. I may get lost. I may get lost. Thanks, Aditi. I don't have a friend. I don't have a friend. Aisha. I don't have a friend. എനിക്ക് കാണാൻ വായിക്കാത്തത് ആരാന്ന്. Okay, then Tuesday. Ronnie smiles and says hello to Aditi. He sits with her in the playground. Ayan Vijesh വായിക്കുന്നില്ലേ? In the playground. Okay. Aditi tells Ronnie about her books and toys. Now Ronnie is Aditi's friend. Adina വായിക്കുന്നില്ലേ? Ronnie shows Aditi around the school. അതിന്റെ മീനിങ് ഞാൻ നേരത്തെ പറഞ്ഞില്ല തോന്നല്ലേ? Ronnie shows Aditi around the school. റോണി എന്ത് ചെയ്തു? അതിഥിനെ ആ സ്കൂളിന് ചുറ്റും കാണിച്ചു കൊടുത്തു അല്ലേ? പുതിയ സ്കൂളല്ലേ? അപ്പൊ നമ്മുടെ അതിഥിക്ക് ഒന്നും അറിയില്ല സ്കൂളിനെ പറ്റിട്ട്. അപ്പൊ നമ്മുടെ റോണി അതിഥിനെ ആ സ്കൂൾ മുഴുവൻ ചുറ്റി കാണിച്ചു കൊടുത്തു. Okay, next page number 41. Wednesday. The children go to the playground. The children go to the
Playground. Abel Matthew, look at your textbook. Look at your textbook. Fatima Jumana, sit properly. Okay? The children go to the playground. Some children play with a ball. Some play hide and seek. Others just run around. Aditi skips with Tina and Amit. She has many friends now. Next Thursday. ആരവേ വായിക്കുന്നുണ്ട് എൻ്റെ കൂടെ? Thursday. Sarah Maria. Sarah Kutti. Look at your textbook. Okay. Aditi and Ronnie. Aditi and Ronnie help teachers to collect the exercise books. എന്താണ് exercise book or exercise books? Exercise books. Read exercise books. Teacher thanks them. Aditi is very happy. Okay, that's enough. Dikshita ഒന്ന് വായിച്ച മോനെ. Today is Monday. Aditi is ready for school. Monday. Aditi is the new school. The school is very big. I may get lost. Thanks, Aditi. I don't have a friend. Tuesday. Ronnie smiles and says hello to Aditi. He sits with her in the playground. Aditi tells Ronnie about her books and toys. Now Ronnie is Aditi's friend. Ronnie shows Aditi around the school. Wednesday, the children go to the playground. Some children play with a ball. Some play hide and seek. Others just run around. Aditi skips with Tina and Amit. She has many friends now. Thursday, Aditi and Ronnie help teacher to collect the exercise books. Teachers thanks them. Aditi is very happy. Very good. Next. Who will read the next? ഇനി ആരാ വായിക്കുക? Nobody is ready. Next ക്ലാസ്സിലേക്ക് വായിക്കാൻ പഠിച്ചിട്ട് വരും. ഓക്കെ, അലൻ ജോസഫ്. Today is Monday. Aditi is ready for school. Monday. Aditi is in her
New school. New school. The school very big. I may I may get lost. get lost. Things. Things are the I don't have a friend to stay. Ronnie Smile. smiles and says hello to Aditi. Her He. he sits with Her. her in the playground. Aditi says tells Ronnie about her books and toys. Now Ronnie is Aditi friend. Ronnie shows Aditi around the school. Wednesday, the children go to the playground. Some children play with a ball. Some play hide and seek. Others just run around the Aditi Skips. skips the Cleaner and Amit. He has many friends now. Thursday, Aditi and Ronnie help teacher to collect the exercise books. Teacher thanks them. Aditi is very happy. Okay, very good. ഇന്ന് വായിക്കാത്ത ഇന്ന് ആകെ 2 കുട്ടികളല്ലേ വായിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എല്ലാവരെ കൊണ്ടും വായിപ്പിക്കുന്നതായിരിക്കേ. വായിക്കാൻ പഠിച്ചിട്ട് വരിക. Okay, shall we wind up the class? Time is up. Bye. See you in the next class. Bye. Before that, I have to take the attendance.